പൊതുവിദ്യാഭ്യാസ വകുപ്പ് കയറ്റ് വഴി നടപ്പാക്കുന്ന ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നടന്നു. മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു. അപ്പോൾ ഒന്ന് പ്രധാനമായും ഡിജിറ്റൽ സ്ക്വയർ ഈ 100 ദിന കർമ്മ പരിപാടിയിലുള്ള ഒരു പദ്ധതിയാണ്. 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിൽ IT പഠനം നിലവിലുണ്ടെങ്കിലും LP UP തലങ്ങളിൽ ഇത് പലപ്പോഴും വേണ്ടത്ര കാര്യക്ഷമമായിട്ട് നടക്കുന്നില്ല. അതൊരു വസ്തുതയാണ്. അപ്പോൾ അതിൻ്റെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാങ്കേതിക വിദ്യയുടെ സാധ്യതകളും അതിലൂടെയുള്ള പഠനാവസരങ്ങളും എല്ലാ വിഭാഗം കുട്ടികളിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഡിജിറ്റൽ സ്ക്വയർ എന്ന ആശയം ഇവിടെ നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. അത് 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് ഈ കളികളിലൂടെയുള്ള പഠനം, സർഗാത്മക സ്വയം പഠനശേഷി, സർഗാത്മകത എന്നിവ വളർത്തിയെടുക്കാനാണ് ഡിജിറ്റൽ സ്ക്വയർ വഴി ലക്ഷ്യമിടുന്നത്. അപ്പോൾ അതിൻ്റെ മറ്റ് നോംസൊക്കെ പിന്നീട് വരും. അതിവിടെ തന്നെ ചർച്ച ചെയ്യും. ഈ യോഗത്തിൽ തന്നെ അതിൻ്റെ നിർദ്ദേശങ്ങൾ കിട്ടും. അപ്പോൾ കൈറ്റാണ് ഇതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നത്. അത് നമുക്ക് ഉറപ്പുവരുത്തണം. അപ്പോൾ ഇന്നത്തെ കാലത്തിനനുസൃതമായ പഠന രീതി എന്ന് പറയുമ്പോൾ ഇൻ്റർനെറ്റും കമ്പ്യൂട്ടറും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒന്നും ഇല്ലാതെ ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ നമ്മുടെ കുട്ടികൾ പ്രാഥമിക തലങ്ങളിൽ അതൊന്നും പഠിക്കാതെ പോയാൽ അതിൻ്റെ ഒരു പ്രയാസം അവർക്ക് തുടർന്നുണ്ടാവും. ഹയർ എഡ്യൂക്കേഷനിലേക്കും മറ്റൊക്കെ വരുമ്പോൾ പ്രാഥമിക തലങ്ങളിൽ കിട്ടേണ്ട അറിവ്, ടെക്നോളജിയെ സംബന്ധിച്ച പരിചയം ഇല്ലാതെ പോകുമ്പോൾ അതുണ്ടാക്കുന്ന പ്രയാസങ്ങൾ ഉണ്ടാകും. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ LP UP സെഷനുകളിലെ IT പഠനം കൂടുതൽ കാര്യക്ഷമമാക്കാനും വിപുലീകരിക്കാനുമായി സർക്കാരിൻ്റെ 100 ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി ഒരുക്കുന്നത്. കൈറ്റ് എല്ലാ ജില്ലകളിലും ഒരേ സമയം സംഘടിപ്പിച്ച പ്രൈമറി സ്കൂൾ പ്രഥമാധ്യാപകരുടെ ശില്പശാലയും മന്ത്രി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഹാളിൽ വെച്ചായിരുന്നു പരിപാടി. ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിയുടെ ഔദ്യോഗിക മാർഗരേഖ മന്ത്രി പ്രകാശനം ചെയ്തു. പദ്ധതിയുടെ നടത്തിപ്പിനായി മുഴുവൻ IT കോർഡിനേറ്റർമാർക്കും അധ്യാപകർക്കും കൈറ്റ് പ്രത്യേക പരിശീലനം നൽകും. കൈറ്റ് CEO കെ അൻവർ സാദത്ത്, ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷൻ PA ജബ്ബാർ ഹാജി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ PK അസ്ലു, ഷാഹിന നിയാസി, ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ശ്രീജ ഗോപിനാഥ്, കൈറ്റ് ജില്ലാ കോർഡിനേറ്റർ മുഹമ്മദ് ഷെരീഫ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം.